നമസ്കാരം. ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദേവികുളം നിയോജക മണ്ഡലത്തിലാണ്. ദേവികുളം നിയോജക മണ്ഡലത്തിലെ അടിമാലിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അടിമാലിയിലെ വോട്ടർമാർക്ക് എന്താണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡിലാണ്. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ എങ്ങനെയാണ് ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇടുക്കിയിൽ ഡീന ആണോ ജോയിസിനാണോ സംശയത്തിലാണ്. രണ്ടുപേർക്കും സംശയം. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി എൻ്റെ കാഴ്ചപ്പാടിൽ ജോയിസായിരിക്കും. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഞാനാ. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി നമ്മുടെ ജോസ് ജോർജ്. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹം? DN കുര്യാക്കോസ്. ചേട്ടൻ ആഗ്രഹം? ഡീൻ കുര്യാക്കോസ്. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ ചേച്ചി? ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആര് ജയിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ആര് ജയിച്ചാലും കുഴപ്പമില്ല. എന്നാലും ചേച്ചിക്ക് ഇത്തവണ ചേച്ചിയുടെ വോട്ട് ആർക്കായിരിക്കും? പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത് രഹസ്യമല്ലേ. അതെ, എങ്കിലും നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചാണ്. അങ്ങനെ പറയില്ല. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം പുള്ളി ഒത്തിരി വികസന പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ LDFിൻ്റെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അവർ പറയും ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ആ റോഡ് അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി. ഇത് ഇവരുടെ ഫണ്ടൊന്നും അല്ലത്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. അവർക്കത് മേടിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മളവരെ ജയിപ്പിച്ച് അങ്ങോട്ട് പാർലമെൻറ്റിലേക്ക് വിടുന്നതും അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ വിടുന്നത്. അവരതെന്ന് വെച്ചാൽ ഞങ്ങൾ ആ റോഡ് ചെയ്തു, ഈ റോഡ് ചെയ്തു എന്നും പറഞ്ഞ് കുറച്ച് വിടംബരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ജനങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല. ഇതുവരെയും പ്രായം ചെന്ന മാതാപിതാക്കളുടെ ആശുപത്രിയിൽ പോകാനും ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇതുവരെ അവർക്കൊരു പെൻഷൻ പൈസ പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് കന്നുകാലി തൊടുത്ത് കണക്കാനും വലിയ 1-1.5 കോടി രൂപയുടെ ബസ് മേടിച്ച് അവർക്ക് ആഡംബരം വെക്കാനും ലിഫ്റ്റ് ഉണ്ടാക്കി മുകളിലോട്ട് കയറാനും പറ്റുവാത്തവൻ വീട്ടിൽ പോയി ഇരിക്കട്ടെ. ഈ VS സച്ചിദാനന്ദൻ ഭരിച്ചല്ലോ. ഈ ലിഫ്റ്റും ഈ ഇതുപോലെയുള്ള വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞല്ലോ. പിന്നെ ഇവർക്കുണ്ടായ ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടി ഭരിച്ചല്ലോ. പുള്ളി ട്രെയിനിൽ പേപ്പർ വിരിച്ച് കിടന്ന ജനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്തത്. ഈ പുള്ളി എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞങ്ങളങ്ങ് വിളമ്പി കൊടുത്തേക്കുവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ജെയ്സിനൊന്നും കിട്ടുകയില്ല. ദൂരെ കളയുമോ? രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണോ? എന്തോ ഇടുക്കി വോട്ട് ചെയ്യണ്ടേ? വോട്ട് അല്ലേ? വോട്ട് ചെയ്യണമെന്നുണ്ട്. ഇടുക്കി ആര് ജയിക്കും? ആര് ജയിക്കുന്നു? ഒന്നെങ്കിൽ LDF, UDF ഈ രണ്ട് കൂട്ടിൽ ആരെങ്കിലും ജയിക്കാൻ സാധിക്കുമല്ലോ. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആര് ജയിച്ചാലും കണക്കല്ലേ. അതെ അതെ. നമുക്കൊന്നുമില്ല. പിന്നെ അവർ റോഡ് അത് ഇതെന്ന് പണി, നമുക്ക് എന്തെങ്കിലും പണിയില്ല. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി ഡീൻ കുര്യാക്കോസിലൊക്കെ ആയിരിക്കും. എന്താണ് പറയാൻ കാരണം? ഒരുപാട് വികസനങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല ആളാണ്. ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇപ്പം അങ്ങനെ പറയാൻ പറ്റുമോ? എങ്കിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഇല്ല, നമുക്ക് ആര് ജയിച്ചാലും ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹം? ജോസ് ജോർജ്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ടുണ്ട്. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ്. ജോസ് ജോർജ്. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ള ആഗ്രഹം? ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച ആളുണ്ടല്ലോ. അതെ, ആ കൂട്ടത്തിൽ ഇപ്പോൾ ജോയിസ് ജോർജും ഉണ്ട്. ഇവർ തമ്മിൽ പിടിക്കട്ടെ. ഏതായാലും ഞങ്ങൾക്കൊക്കെ ഇത് തന്നെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവുക. അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ്. കോൺഗ്രസ് ജയിക്കണം. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? അങ്ങനെ ചേച്ചി ചേച്ചി വോട്ട് ചെയ്യുന്നില്ല? അതെ, ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഏത് ഫ്ലാറ്റാ? മച്ചിപ്ലാവ്. ആ ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്ക് അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യം വേണം. അതില്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല.
നിലപാടിലാണ്.